ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് അല്ല, ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് ഇന്നലത്തെ ഫൈറ്റിന്റെ ഇടയിൽ അപ്പാനി വിളിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അനീഷ് അപമാനിച്ചു എന്നാണ്. ശരിക്കും കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ഇന്നലെ അനീഷ് അപമാനിച്ചോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അനീഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിലപാടില്ലാത്ത സ്ത്രീകളെ, അല്ലെങ്കിൽ നിലപാടില്ലാത്തവരെ, സ്ത്രീകളെ എന്ന് തന്നെ വിചാരിക്കാം, നിലപാടില്ലാത്ത സ്ത്രീകളെ അനീഷിന്റെ വീട്ടിലോ അയൽപക്കത്തോ 1 കിലോമീറ്റർ ചുറ്റളവിന്റെ ഉള്ളിലോ പോലും അനീഷ് കയറ്റില്ല എന്നുള്ളതാണ് അനീഷ് പറഞ്ഞത്. അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കലല്ല. അതായത് അത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരെ, അനീഷിന്റെ കാഴ്ചപ്പാടിൽ നിലപാടില്ല എന്ന് തോന്നുന്നവരെ അനീഷിന്റെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അനീഷിനുണ്ട്. അയൽ വീട്ടുകാർ അനീഷിന് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവിടെയും കയറ്റാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അനീഷിനുണ്ട്. പക്ഷെ അതിനപ്പുറം 1 കിലോമീറ്റർ ഏരിയയിൽ കയറ്റാതിരിക്കണമെങ്കിൽ ആ 1 കിലോമീറ്റർ ഏരിയ മുഴുവൻ അനീഷിന്റെ ആയിരിക്കണം. അതിപ്പം ഇന്നത്തെ കാലത്ത് സാധ്യമല്ലാത്തത് കൊണ്ട് അത് വെറും ഡയലോഗായിട്ട് എടുത്താൽ മതി. അപ്പോൾ നിലപാടില്ലാത്ത സ്ത്രീകളോടാണ് അനീഷിന്റെ പ്രശ്നം. കേരളത്തിലെ എല്ലാ സ്ത്രീകളോടും അനീഷിന് കുഴപ്പമില്ല, നിലപാടാണ് പ്രശ്നം. ഇതിനകത്ത് വേറൊരു പ്രശ്നം, ഈ നിലപാടില്ലാത്ത പുരുഷന്മാരെയും താൻ വീട്ടിൽ കയറ്റില്ല, 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് കയറ്റില്ല, അയൽവക്കത്ത് കയറ്റില്ല എന്നാണ് അനീഷിന്റെ തീരുമാനമെങ്കിൽ അനീഷിന് നാട് വിട്ടു പോകേണ്ടി വരും. കാരണം അനീഷിന് വലിയ നിലപാടൊന്നുമില്ല. പക്ഷെ അപ്പാനി പറഞ്ഞ പോലെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയൊന്നും അപമാനിച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അനുമോളെ അനീഷ് അപമാനിച്ചു എന്ന് പറയാം. കാരണം അനുമോളോടുള്ള അനീഷിന്റെ ആ ഒരു അനാവശ്യമായ ഒരു സംസാരമായിട്ടാണ് അത് എനിക്ക് തോന്നിയത്. ഇത് ആവർത്തിച്ച് പറയേണ്ടതില്ല. മറിച്ച് അപ്പോഴും നിലപാടില്ല എന്നൊരാൾക്ക് നിലപാടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരക്കാരെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കൊടിയ പാതകമൊന്നുമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അപ്പാനിക്ക് ഓൾറെഡി അനീഷിന്റെ അടുത്തൊരു ചുരുക്കുണ്ട്. അനീഷ് ജയിലിൽ കൊണ്ടിട്ടതിന്റെ കലിപ്പുണ്ട്. അനീഷാണ് ജയിൽ ഉദ്ഘാടനം നടത്തിയതെന്ന കലിപ്പുണ്ട്. അനീഷാണ് ഡയറക്റ്റ് അപ്പാനിയെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ള കലിപ്പുണ്ട്. എല്ലാ കലിപ്പും കൂടെ മൂപ്പരുടെ ഉള്ളിൽ കിടന്നപ്പോ കിട്ടിയ അവസരം അനുമോളുടെ കേസിൽ വെച്ച് ഈ വുമൺ ഗാർഡ് ഇറക്കിയതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ അപ്പാനി. യഥാർത്ഥത്തിൽ ബിഗ് ബോസ് വീട്ടിൽ വുമൺ ഗാർഡ് സാധാരണ സ്ത്രീകളാണ് ഇറക്കാറ്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്നലെ അപ്പാനി ഒരു വുമൺ ഗാർഡ് ഇറക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പാനി ഇന്നലെ അനുമോളെ സഹായിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അപ്പാനിക്ക് വ്യക്തിപരമായിട്ട് അനീഷിന്റെ അടുത്തുണ്ടായിരുന്ന കലിപ്പാണ് മൊത്തത്തിൽ തീർത്തത്. അതാണ് എനിക്ക് തോന്നിയത്. പ്രേക്ഷകരുടെ വിലയേറെ